ഒരൊറ്റ പിന്ന് മാത്രം യൂസ് ചെയ്തിട്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹിജാബ് ഔട്ട്ഫിറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, ഇറ്റ്സ് മീ ലുലു ആൻഡ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. സോ അത് തന്നെ നമ്മൾ ഹെയറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരു അണ്ടർ സ്കാർഫ് ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു ഹിജാബ് സ്റ്റൈലിൽ ഞാൻ അണ്ടർ സ്കാർഫിൽ കുറച്ച് വോളിയം കൊടുക്കുന്ന ആ ഒരു മെത്തേഡാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ബാക്ക് പോർഷനിലേക്ക് കുറച്ചും കൂടി ഭംഗി വരും. പക്ഷേ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. താല്പര്യമുള്ള ആൾക്കാർ ചെയ്യുക. അപ്പം ഇനി ഞാനിവിടെ ഒരു ക്വാളിറ്റി ഷോൾ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഷോളാണ് കേട്ടോ. അപ്പോൾ ഷോളിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ലുക്കിൻ്റെ ക്വാളിറ്റിയും കൂടുന്നതാണ്. അപ്പോൾ സാധാ പോലെ ഞാനിത് ഹെഡിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഹെഡിൽ വിരിച്ചിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഹിജാബ് ട്യൂട്ടോറിയലിൻ്റെ മുന്നേ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ അണ്ടർ സ്കാർഫ് ഇടുന്ന സമയത്ത് ഓവർ ടൈറ്റ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓവർ ടൈറ്റ് ആയാൽ അത് നെറ്റിയുടെ അവിടെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. നെറ്റി ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. സോ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷോള് മടക്കിയിട്ടുണ്ട്. അത് മടക്കി കഴിഞ്ഞിട്ട് നമ്മളുടെ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മളുടെ തമ്പ് വെച്ചിട്ട് ഒന്നൊരു ചെറിയ കോൺ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സേഫായിട്ട് മടക്കിയിട്ടുണ്ട്. ആൻഡ് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പോർഷൻ നല്ല ഷോർട്ടും ഒരു പോർഷൻ നല്ല എക്സസ് ആയിട്ട് നല്ല ലോങ്ങുമാണ് എടുക്കേണ്ടത്. കാരണം ആ ലോങ് വരുന്നത് ഈ ഒരു പോർഷൻ കണ്ട് ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ പോർഷന് നമ്മൾ അധികം വലിപ്പത്തിൽ എടുക്കരുത്. അപ്പോൾ നമ്മളുടെ റോൾ ചെയ്യുന്നതിൻ്റെ ഭംഗി പോയി പോവും. മിനിമം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചെസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ഒരു ലെങ്ത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലാകെ ഒരൊറ്റ പിന്നെ ഈ ഒരു ട്യൂട്ടോറിയലിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു പിന്നെ ഇതാ ഇവിടെയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഇനി സാധാരണ പോലെ കവിളിൻ്റെ അവിടെ മടക്കാതെ ഞാൻ ടോട്ടൽ ഹിജാബും ഒരു ട്രയാങ്കിൾ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് ഞാൻ പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതന്നെ നിർബന്ധമില്ല. ഇനി നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പോയിന്റിൽ പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ആ എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ലെയർ ഉണ്ടല്ലോ അത് നമ്മളുടെ കഴുത്തിന് ചുറ്റുമായിട്ടാണ് ചുറ്റിയെടുക്കേണ്ടത്. ആ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ഹിജാബിൽ. ഈ ഒരു ഹിജാബ് മോഡൽ വന്നിട്ട് നമ്മളുടെ രണ്ടാമത്തെ ലെയർ തലഭാഗത്തൂടെ എല്ലാം എടുക്കേണ്ടത് കഴുത്തിന് ചുറ്റുമായിട്ടാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ഒരു കേസ് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ അവിടെ പിൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് സെക്യൂറായിട്ട് അവിടെ നിൽക്കും. ആൻഡ് നമ്മളുടെ ലെയറിങ് ഒക്കെ ഈ ഒരു കഴുത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് കുറച്ചൊരു ലെയറിങ്ങും ഹിജാബിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു യുണീക്നെസ് ഒക്കെ വരുന്നത് ഈ ഒരു കഴുത്തിന് ചുറ്റുമുള്ള ഒരു സ്റ്റൈലിലാണ്. അപ്പം ഇതിൽ നമ്മൾ ഓവറായിട്ട് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കവിളിൻ്റെ ആ ഭാഗത്ത് മടക്കി കൊടുക്കുന്നുമില്ല. എക്സസ് ആയിട്ട് വന്ന ആ ഒരു ലെയർ നമ്മൾ കഴുത്തിൻ്റെ ചുറ്റോറും മടക്കി കൊണ്ടുവന്നിട്ട് ബാക്കി എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ലെയർ വീണ്ടും നമ്മൾ ചുറ്റിയെടുക്കുക. അത് വീണ്ടും ചുറ്റിയെടുക്കുന്ന സമയത്ത് ഇത്ര പോർഷനെ ഒരു നോർമൽ ഇതിപ്പോൾ 3 മീറ്റർ ലെങ്ത്തുള്ള ഒരു ഷോളാണ്. ആ ഒരു ഷോൾ മാക്സിമം നമ്മളുടെ ഷോൾഡർ കഴിഞ്ഞ് ഒന്ന് വിരിച്ചിടാനേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മുന്നത്തെ ലെയർ നമ്മൾ കഴുത്തിന് ചുറ്റും എടുത്ത പോലെ അത്ര തന്നെ ലെങ്ത്ത് ഉണ്ടാവില്ല. ജസ്റ്റ് ഷോൾഡറിലേക്ക് ഒന്ന് മെൻഷൻ ചെയ്തിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇത്രയെന്ന് മെൻഷൻ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഹിജാബ് ട്യൂട്ടോറിയലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ നമ്മളുടെ കഴുത്തിന് ചുറ്റുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ലെയറിങ് ആണ്. സോ ഇത് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു റോൾ എടുക്കലാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇത് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം നമ്മൾ ഒരു ഭാഗത്തേക്ക് മെൻഷൻ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതിന് പിന്നും ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്. ആ വോളിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം എടുത്ത ആ ഒരു ചെറിയ പോർഷൻ അതും ഒക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ സിമ്പിളാണ്. ഒരു 1 മിനിറ്റിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.